എന്ത് പറയുമ്പോഴും രാജ്യത്തെ മുൻ പ്രധാനമന്ത്രി നെഹ്റുവിനെ ഇങ്ങനെ അപമാനിച്ചുകൊണ്ടുള്ള വാദം പറയുകയാണ്. ഇത് ഈ പറയുന്ന വാജ്പേയി പോലും പറയാത്ത വാദമാണ് ഇവിടെ ഇപ്പോഴും മോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അമിത്ഷാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിന്ദൂറിൽ മറുപടി പറയുന്നില്ല. ഇവിടെ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള വലിയ ആക്രമണം എന്താണ്? അതിൽ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ടോ? അതിലെന്താണ് മറുപടി പറഞ്ഞിട്ടുള്ളത്? അവന്തിപുരയിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച സ്കോർപിയോ ഇടിച്ചു കയറ്റി സൈനികരെ കൊന്നില്ലേ? സൈനികരെ കൊന്ന സമയത്ത് പുൽവാമ 40 സൈനികരാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ആ പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് സത്യപാൽ മാലിക് ഈ BJPയുടെ ഭാഗമായിരുന്നല്ലോ, കശ്മീരിലെ ഗവർണറായിരുന്നല്ലോ. എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു വിമാനം ആവശ്യപ്പെട്ടിട്ട് ആഭ്യന്തര മന്ത്രാലയം നിരസിച്ചു. ഇപ്പോൾ മിണ്ടണ്ട എന്ന് പറഞ്ഞത് ഈ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞത് ആരാണ്? സത്യപാൽ മാലിക്കാണ്. ഇപ്പോൾ സത്യപാൽ മാലിക്കിനെ കേസുകളിൽ കുടുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സത്യം നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷം ബാലാക്കോട്ട് നടക്കുന്നു, പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇതൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയമായി ഇതിനെ ദുരുപയോഗം ചെയ്യുക, ഈ രാജ്യസ്നേഹം എന്ന് പറയുന്നത് വേറൊരു വൈകാരികതയായി കൊണ്ടുവന്ന് അത് രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുക എന്നുള്ളത് BJPയുടെ തന്ത്രമാണ്. ആ തന്ത്രമാണ് ഇന്നും പാർലമെന്റിൽ ഉന്നയിച്ചിരിക്കുന്നത്. പ്രതിപക്ഷം ചോദിച്ചുകൊണ്ടേയിരിക്കും. പ്രതിപക്ഷം ആ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. അവിടെയും ഈ തരത്തിൽ ചില ആളുകൾ, ഈ ശശി തരൂരിനെ പോലെ ചില ആളുകളുണ്ട്. അവിടെ നിന്ന് അമിത്ഷാ പ്രസംഗിക്കുമ്പോൾ കോൺഗ്രസിന്റെ ബെഞ്ചിലിരുന്നു കൊണ്ട്, പ്രതിപക്ഷത്തെ ബെഞ്ചിലിരുന്നു കൊണ്ട് അമിത്ഷായ്ക്ക് കൈയടിക്കുന്ന ശശി തരൂരിനെ പോലുള്ള ചില നേതാക്കളുമുണ്ട്. അവർക്ക് കാലം മറുപടി കൊടുത്തുകൊള്ളും എന്നുള്ളതാണ്. സിന്ദൂറിൽ ഉത്തരമായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.